ഇ.പി. ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഇ.പി. പാപിയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതു മുതൽ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇ.പി. എന്ന വൻമരം വീഴുകയാണ്. പാർട്ടിയിലെ കരുത്തനായ ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്താക്കിയത് പാർട്ടി നടപടികളുടെ തുടക്കമാണ്. ഇ.പി.യുടെ നീക്കങ്ങൾ പല കാലത്തും CPM-ന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടി വിരുദ്ധതയിലേക്ക് നീങ്ങിയതാണ് ഇ.പി. ജയരാജന്റെ അടിത്തറ ഇളക്കിയത്. ഇ.പി. ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി. സഖാവ് T.P. രാമകൃഷ്ണൻ LDF കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അത് സംബന്ധിച്ച് LDF-ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഓരോ CPM പ്രവർത്തകനെയും പ്രതിരോധത്തിലാക്കിയ ഇ.പി.യുടെ നീക്കമായിരുന്നു BJP ബാന്ധവം. BJP-യുടെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായി കച്ചവട ബന്ധമായിരുന്നു ആദ്യം. രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യവസായ സംരംഭമായ നിരാമയ റിട്രീറ്റിന് ഇ.പി.യുടെ കുടുംബത്തിന്റെ വൈദേഹം റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല നൽകിയതും പാർട്ടിയെ വെട്ടിലാക്കിയതാണ്. കുടുംബത്തിന് ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞ് ഇ.പി. നിന്നെങ്കിലും പാർട്ടിക്ക് വലുത് വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വർഗശത്രുവായ BJP-യുടെ ദേശീയ നേതാവും കേരളത്തിലെ പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായുള്ള ഇ.പി.യുടെ രഹസ്യ കൂടിക്കാഴ്ച പുറത്തുവന്നതോടെ പാർട്ടി കൈവിട്ടു തുടങ്ങി. വിമാനത്താവളത്തിലെത്തിയ പ്രകാശ് ജാവദേക്കർ ദല്ലാൽ നന്ദകുമാറിന്റെ കാറിൽ യാത്ര ചെയ്തെന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതോടെ ഇ.പി.ക്കെതിരായത് ആരോപണങ്ങളല്ല, നഗ്ന സത്യമാണെന്ന് CPM-കാർക്കും ബോധ്യമായി. BJP നേതാവിനെ വീട്ടിൽ സൽക്കരിക്കുന്ന ഇടതുമുന്നണി കൺവീനർ അണികൾക്ക് കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു. പിന്നാലെ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് ഇ.പി. എത്തിയതോടെ പാർട്ടി വിരുദ്ധത പരസ്യമായി. അതും 19 സീറ്റിലും തോറ്റു തുന്നമ്പാടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം രാവിലെ. ഈ ബിംബം ഇനിയും ചുമക്കില്ലെന്ന CPM തീരുമാനം പിന്നാലെ വരുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയാതെ പറഞ്ഞു. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചെല്ലാം നമ്മൾ തീരുമാനത്തിലേക്ക് നമ്മളിപ്പോൾ സംഘടന ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് അടുത്ത കമ്മിറ്റിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഇ.പി.യുടെ പ്രഭാവം CPM-ൽ അസ്തമിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇപ്പൊ ഒന്നും പറയാനില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.